ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ അനോണിമസ് ലെറ്റർ റീഡിങ്ങിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ സെക്കൻഡ് പാർട്ടിയുടെ എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നത് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ലെറ്ററാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. എനിക്ക് ശരിക്കും ഈ ലെറ്റർ വായിച്ചപ്പോൾ ഭയങ്കര കണക്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ലെറ്റർ തന്നെ ഇന്ന് വായിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിത് വായിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങൾ റിലേറ്റബിൾ ആയിരിക്കും. എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് ഏറെക്കുറെ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നഴ്സറി മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അവൾ എനിക്ക് എൻ്റെ കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ സിസ്റ്റർ കൂടിയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ഞാനും തന്നെയാണ് ഉണ്ടായിരുന്നത്. ചെറിയ മിസ്റ്റേക്കുകളുണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് വായിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ അവളോട് പറയാത്ത രഹസ്യങ്ങൾ ഒന്നുമില്ല. അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവൾ. +2 കഴിഞ്ഞ് ഞങ്ങൾ ഒരേ കോളേജിൽ തന്നെ ചേർന്നു. കുറച്ച് ദിവസം കൊണ്ട് കോളേജിൽ എല്ലാവരും ആയി ഞങ്ങൾ നന്നായി കൂട്ടായി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എല്ലാവരും പറയുമായിരുന്നു. എനിക്ക് ഇതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ് കേട്ടോ. കാര്യം എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലൊരു ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ അവൾ തന്നെയായിരുന്നു എല്ലാത്തിനും കൂട്ടിയതുപോലെ. ഞങ്ങളുടെയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഒട്ടുമിക്ക ആൾക്കാരും പറയുമായിരുന്നു, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലേ, നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നമ്മളെ കാണുമ്പോൾ അസൂയ തോന്നുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി വായിക്കാം. പിന്നീട് ഗ്രാജുവലി അവൾക്ക് പുതിയ ഫ്രണ്ട്സ് ആയി തുടങ്ങി. ആദ്യം കുറച്ച് വിഷമമായിരുന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് മാത്രം ഷെയർ ചെയ്തിരുന്ന കാര്യങ്ങൾ അവളുടെ വേറൊരു ഫ്രണ്ടായി ഷെയർ ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികം, ഇതെങ്ങനെ തന്നെ വരുള്ളൂ എന്ന് എനിക്കറിയാം. അവൾ എന്നോട് പിന്നെ അധികം സംസാരിക്കാറുമില്ലായിരുന്നു. എനിക്ക് നല്ല ഡിസ്റ്റൻസ് ഫീൽ ചെയ്തു. ഞാൻ അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ മാറി മാറി പോകുന്നത് പോലെ എനിക്ക് തോന്നി. ചോദിക്കുമ്പോൾ ഒന്നുമില്ലടി എന്ന് പറയും. ഈ ഒന്നുമില്ലടിയിലാണ് എല്ലാം ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാര്യം ഈ ഒന്നുമില്ലടി ഞാൻ ആദ്യം കുറേ കേട്ടിട്ടുള്ളത് തന്നെയാണ്. എന്നാലും നാണമാനം ഇല്ലാതെ അങ്ങോട്ട് ചെന്നത് എന്ത് പറ്റിയത്, എന്തായാലും എന്നോട് മിണ്ടാതെ, എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്തു, whatever. നമുക്ക് ബാക്കി വായിക്കാം. പക്ഷേ പതിയെ ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ കുറഞ്ഞു. ആദ്യം ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താലേ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകൂ എന്ന അവസ്ഥയെ. ബിസി ആയിരിക്കും, എക്സാംസ് ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ റീസൺ കണ്ടെത്തും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹേർട്ട് ആകുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഷീ വാസ് നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട്, ഷീ വാസ് ലൈക്ക് മൈ ഓൺ ബ്ലഡ്. അങ്ങനെയൊക്കെ അത് നമുക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സംഭവം ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് തുടക്കത്തിൽ എല്ലാം നന്നായിരിക്കും. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, അല്ലാണ്ടുള്ള നമ്മളെ ലവ് റിലേഷൻഷിപ്പ് ആയാലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും അങ്ങനെ തന്നെയാണെന്നാണ്. ഓൾമോസ്റ്റ് എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ എല്ലാം അടിപൊളിയായിരിക്കും. പിന്നീട് മനുഷ്യന്മാർ നമ്മളെ പതിയെ മടുത്തു തുടങ്ങും. നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചില ആൾക്കാർ അവർക്ക് റിലേഷൻഷിപ്സിൽ മടുപ്പുണ്ടാകും. അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ പഴയ ഫ്രണ്ട്സിനെ അങ്ങനെ ഒഴിവാക്കുന്ന എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നതും വിളിക്കുന്നതും നിർത്തിയപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, ഒട്ടുമിക്ക റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ അങ്ങോട്ട് ഓവറായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എഫേർട്ട് നമ്മൾ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടാവും. നമ്മൾ എന്ന് ഈ എഫേർട്ട് ഇടൽ നിർത്തുന്നു അന്ന് അവസാനിക്കും അവിടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാര്യം ഒറ്റൊരാളുടെ എഫേർട്ടിൽ ഒരിക്കലും ഒരു ബന്ധവും മുന്നോട്ട് പോകില്ല. അതിനിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവ് ആയാലും എന്തായാലും ശരി, ഒറ്റൊരാളുടെ എഫേർട്ട് കൊണ്ട് ആ റിലേഷൻഷിപ്പ് ആദ്യമൊക്കെ രസമുണ്ടാവും. പിന്നെ എഫേർട്ട് ഇടുന്ന ആൾ എന്തുകൊണ്ട് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ആൾ തിരിച്ച് ഒന്ന് എഫേർട്ട് ഇടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ബന്ധമേ ഉള്ളൂ ആ ബന്ധം. മെസ്സേജോ കോളോ പോലും ഇല്ല. നിങ്ങൾ എപ്പോഴും മിണ്ടാറില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഹേർട്ട് ആകുന്നുണ്ട്. ശരിക്കും അവർ മിണ്ടാതിരിക്കുന്നതിനേക്കാട്ടി കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ അത്രത്തോളം നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്ത് അറിയുന്ന ആൾക്കാർ വന്നിട്ട് നിങ്ങൾ എന്ത് പറ്റി ഇപ്പം മിണ്ടാത്തേ, നിങ്ങളിപ്പോൾ മിണ്ടാറില്ലേ, മിണ്ടുന്ന കാണാനില്ലല്ലോ, ഒരുമിച്ച് പോകാറില്ലേ, ഒരുമിച്ച് നടക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ട് ചോദിക്കുന്നതായിരിക്കില്ല. അങ്ങനെ വിഷമിപ്പിക്കണമെന്ന് കരുതി ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ലാതെ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ വെച്ച് ചോദിക്കുന്നതല്ലാതെ എന്ത് കാഷ്വലി എന്ത് പറ്റി നിങ്ങളിപ്പോൾ മിണ്ടാത്തേന്ന് ചോദിക്കും. ആ ചോദ്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. ശരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ അടുത്ത് മിണ്ടാതിരിക്കുന്നതിനെ കാട്ടി കൂടുതൽ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളായിരിക്കും. അവളോട് ചോദിക്കണം എന്നുണ്ട്, എന്താ എന്നോട് മിണ്ടാത്തേന്ന്. പക്ഷേ 2-3 വട്ടം മുൻപ് ചോദിച്ചപ്പോഴൊന്നും അവളൊരു മറുപടിയും പറഞ്ഞില്ലായിരുന്നു. നിനക്ക് വട്ടാണോ പെണ്ണെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നോട്.
ചോദിക്കാൻ പോകണ്ട, ചോദ്യം അവിടെ നിർത്തിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം നമ്മളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിർത്തിയാൽ അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അവർക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, നമ്മളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കി. അതിനുപരി അവരുടെ കയ്യിൽ മറുപടി ഒന്നും ഉണ്ടാവില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിനക്ക് വട്ടാണോ പെണ്ണെ, അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, നീയാണ് ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള റീസൺസേ അവർ പറയുള്ളൂ. സോ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോയി ചോദിക്കുക ചില കാര്യമില്ല. അപ്പോൾ ഓൾറെഡി 2-3 വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞില്ല, മതി അവിടെ നിൽക്കട്ടെ. കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ പിന്നെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല, ഇപ്പോഴും മിണ്ടാറില്ല. എങ്കിലും ഞാൻ ഇപ്പോഴും അവളെ കെയർ ചെയ്യുന്നുണ്ട്, അവളെക്കുറിച്ച് ഓർക്കാറുമുണ്ട്. ഇത്രയും ഹർട്ട് ആയാലും ഐ നെവർ ഹേറ്റ് ഹെർ ബിക്കോസ് ഷി വാസ് വൺസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. മേ ബി സ്റ്റിൽ ഈസ്. ഓക്കെ, ഈ ലെറ്റർ അയച്ച ഒരു പെൺകുട്ടിയെ തന്നെ ആയിരിക്കണം. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ആ ഒരു മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, പക്ഷേ അവൾ എന്തെങ്കിലും ഒരു ദിവസം ഈ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ടാവില്ല. കാര്യം നമ്മളെപ്പറ്റി ഓർക്കാറോ അന്വേഷിക്കാറോ ഒന്നും ഇല്ലാത്ത ഒരാൾ നമ്മളെപ്പറ്റി നമ്മൾ ചെയ്യുന്നത് കാണാനാണ്. ഞാനിപ്പോഴും സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും അവളെപ്പറ്റി ഓർക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ എൻ്റെ ബർത്ത്ഡേ ഓർക്കാറുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ വർഷത്തിലും ഞാൻ അവളുടെ ബർത്ത്ഡേ ഓർത്തിരുന്ന് അവളെ വിഷ് ചെയ്യുക, അവൾക്ക് സർപ്രൈസ് കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ അതിൻ്റെ പരിപാടി. ഇപ്പം ഞാൻ അതിന് മുന്നേ ഞങ്ങൾ വർക്ക് ചെയ്തൊരു സ്ഥലത്ത് പോലും ഞാൻ അവളുടെ ബർത്ത്ഡേ ഭയങ്കര അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് 1-2 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ ഓവറായിട്ട് നീ എന്തിനാ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത്, നീ കൊടുക്കുന്ന അത്ര ഒന്നും അവൾ നിനക്ക് തിരിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ പറ്റി എൻ്റെ അടുത്ത് 1-2 ഓരോന്ന് പറയുമ്പോഴേ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചിന്തിച്ച് അങ്ങനെ കാര്യം അവൾ എൻ്റെ അടുത്ത് എന്താണോ പറയുന്നത് അത് മാത്രം ഞാൻ വിശ്വസിച്ച്, അവളെ മാത്രം വിശ്വസിച്ച് ആണ് ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറയാൻ എനിക്ക് ശരിക്കും വാക്കുകളില്ല. കാരണം ഞാൻ അത്രത്തോളം ഞാൻ ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാവരും നമ്മൾ തിരിച്ച് അതേ ഇമ്പോർട്ടൻസ് തരും, അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി നമുക്ക് തരും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയും. നമുക്ക് പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും തരാത്ത അത് ഏതുതരം ബന്ധമാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അടിപൊളിയായിട്ട് ഇറങ്ങി പോവുക, മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മളൊരു ലവ് റിലേഷൻഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളതും ഇപ്പോഴും ഓർക്കുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്നതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയ ശേഷം ആ ഒരു പെയിനാണ്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതിന്ന് ഓവർകം ചെയ്തുകൊണ്ട് ഒരു കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടി എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ടിരുന്ന് അവളെ സംസാരിച്ച് എൻ്റെ ചെറിയ വിഷമങ്ങളാണെങ്കിൽ പോലും അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ വിഷമങ്ങളും എൻ്റെ പ്രശ്നങ്ങളും അവളത് ഇറിറ്റേഷൻ പോലെയാണ് കേട്ടോണ്ടിരുന്നതെന്ന് അവൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പം അത് എന്നെ വീണ്ടും ഒരുപാട് കാര്യം, നമ്മളെ വിഷമങ്ങളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരാളുടെ അടുത്താണല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത് എന്നാലോചിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും വിഷമവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമില്ല, നമ്മൾ അവരെ അത്രയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോയതിൻ്റെ, അത്രയും ട്രസ്റ്റ് ചെയ്ത് പോയതിൻ്റെ പ്രശ്നമാണ്. അത് നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും നമ്മളെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇറങ്ങി പോകുക എന്നുള്ളതല്ലാണ്ട് ഒന്നുമില്ല. അവരോട് ഒരു വട്ടം ചോദിക്കുക, എടി എന്ത് പറ്റി, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി, എന്ത് പറ്റി എൻ്റെ അടുത്ത് വേണ്ടാണ്ടിരിക്കുന്നു, ഒരു വട്ടം ചോദിക്കുക. കാര്യം പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ അറിയാണ്ടുണ്ടായ മിസ്റ്റേക്ക് ആണെന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കതിൽ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. എന്തോ ഞാൻ അന്ന് ചോദിക്കാനുള്ളതായിരുന്നു അങ്ങനെ തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഒരു വട്ടം ചോദിക്കുക, ഇതുപോലെ ഒന്നുമില്ലടി, അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സില്ലി റീസൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അവരെന്താണോ ഇങ്ങോട്ട് തരുന്നത് അത് മാത്രം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവളും തമ്മിൽ ഇപ്പം മിണ്ടാണ്ടായിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. ആ വർഷം മുതൽ ഈ ദിവസം വരെയും, അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം മുൻപ് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണല്ലോ. കാര്യം നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു ദിവസം, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവളുടെ ബർത്ത്ഡേ എന്ന് പറയുന്ന ആ ഒരു ദിവസം. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ആ ഒരു ദിവസത്തിന് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ദിവസം പയ്യോ ഇന്നാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇമോഷണൽ ആകുമെന്ന്. കാര്യം ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ലെറ്റർ അയച്ച കുട്ടീനോട് പറയാൻ, ചേട്ടാ പോകുന്നൊരു പോട്ടെ, നമുക്ക് ആരെയും പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അത് ഏതൊരു ബന്ധമായാലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കിങ്ങനെ ഉപദേശിക്കാൻ പറ്റും, ഞാനിങ്ങനെ ഉപദേശിക്കാൻ കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ ആരും പോവരുതെന്ന് കരുതിയിട്ട് ഞാൻ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ നമ്മൾ എത്ര ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മൾ ഇട്ടിട്ട് പോവുക തന്നെ ചെയ്യും.
അതുകൊണ്ട് എടാ പോണവർ പോട്ടെ, നമ്മൾ നമ്മുടെ ലൈഫ് നോക്കാതെ ജീവിക്കുക. നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ വരും. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്സ് ആയാലും എന്തായാലും ഏത് ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ആയാലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ലൈഫിലേക്ക് വരെ തന്നെ ചെയ്യും. പോയവർ പോയിക്കോട്ടെ. ഞാനൊരു ലെറ്റർ എത്ര വേദനയോട് കൂടിയിട്ടായിരിക്കും, എത്ര വിഷമത്തോട് കൂടിയിട്ടായിരിക്കും എനിക്ക് അയച്ചിട്ടുണ്ടാവാന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാര്യം എനിക്ക് എൻ്റെ അടുത്ത് ഓരോരുത്തർ ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഇയാൾ അന്ത വ്യക്തി ഇപ്പോഴും നിങ്ങളെ കോണ്ടാക്റ്റിലുണ്ടോ, എന്ത് പറ്റി ഇല്ല എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് പറ്റി, നിങ്ങൾ നല്ല കമ്പനി ആയിരുന്നല്ലോ, എന്ത് പറ്റി ഇപ്പം മിണ്ടാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും തല്ലുപിടിച്ചോ, അങ്ങനെയൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാറില്ല. ഓക്കെ, നമുക്ക് പറയാൻ താല്പര്യം, ആ ഒരു ഇഷ്യൂ പറയാൻ താല്പര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പറയാൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാര്യം ഒരു കാരണമില്ലാണ്ട് പോയ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ എന്ത് ഇഷ്യൂ പറയാനാണ്, ഇന്നൊരു കാരണം കൊണ്ടാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി എന്ന് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റും. നമ്മളവിടെ എന്തെന്നാണ് ഒന്നുമില്ല. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയവർ പോട്ടെ. പിന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ തമ്മിൽ മിണ്ടാറില്ല, ഞങ്ങൾ തമ്മിൽ മിണ്ടാറില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക്. കാര്യം നിങ്ങൾക്ക് ഇതേ ഉള്ളൂ പണി. അങ്ങനെ ഉണ്ട് ഒരുപാട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ഏറ്റവും കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വിഷമങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്റ്റിൽ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എത്ര കിട്ടിയാലും ഞാൻ പഠിക്കുകയില്ല, വീണ്ടും 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 ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. അതാണ് എൻ്റെ സ്വഭാവം. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, എനിക്കുള്ള വിഷമങ്ങൾ വാങ്ങുന്നു, ഞാൻ എൻ്റെ മടുന്നൊക്കെ തിരിഞ്ഞ് നടന്ന് പോകുന്നു. ഇതാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതലൊന്നും പറയാനില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. കാര്യം ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊരു ബ്രേക്കപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെ ആള് തന്നെ എൻ്റെ അടുത്ത് നല്ല കമ്പനി ആയിരുന്നു, പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, മിണ്ടാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ടോപ്പിക്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ഒരു അനോണിമസ് ലെറ്റർ റീഡിംഗ് സീരീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ആൻഡിൽ ബൈ ഫ്രം ദിവ്യ.